Hi all, welcome to the class of Mechanics of Solids. I am Rihanna, Assistant Professor, Department of Civil Engineering, SNIT Adur. Today we are going to discuss about a numerical problem related to SFD and BMD of simply supported beam carrying uniformly varying load. നമുക്ക് നമ്മുടെ question നോക്കാം. A simply supported beam of length 5 meter carries a uniformly increasing load of 800 Newton per meter run at one end to 1600 Newton per meter run at the other end. Draw the SFD and BMD of the beam. Also calculate the position and magnitude of maximum bending moment. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഒരു യൂണിഫോംലി ഇൻക്രീസിങ് ലോഡിനെ ക്യാരി ചെയ്യുകയാണ്. ലോഡ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ, അതായത് ഇവിടെ ലെഫ്റ്റ് പോയിൻ്റാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. എ എന്ന് പറയുന്ന പോയിന്റിൽ 800 ന്യൂട്ടൺ പെർ മീറ്റർ ആണ് മാഗ്നിറ്റ്യൂഡ് എങ്കിൽ അവിടുന്ന് അത് യൂണിഫോംലി ഇൻക്രീസ് ചെയ്ത ബി എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോഴേക്കും 1600 ന്യൂട്ടൺ പെർ മീറ്റർ ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ യൂണിഫോം ഇൻക്രീസ് നടക്കുന്നത്. ഈ തന്നിരിക്കുന്ന ബീമിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാമും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമും വരയ്ക്കാനും അതേപോലെ തന്നെ നമ്മുടെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് പൊസിഷനും മാഗ്നിറ്റ്യൂഡും കണ്ടെത്താനുമാണ് പറഞ്ഞിരിക്കുന്നത്. ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് 5 മീറ്റർ ആണ്. സോ നൗ വി ആർ ഗോയിങ് ടു അവർ സൊല്യൂഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലോഡ്സ് നോക്കാം. ഈ ലോഡിലേക്ക് ഈ ബീമിലേക്ക് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 800 ന്യൂട്ടൺ പെർ മീറ്റർ ആക്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പം ആ ലോഡ്, ഈ UDL മൂലമുണ്ടാകുന്ന ലോഡ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദ ലോഡ് ഓൺ ബീം ഡ്യൂ ടു UDL ഓഫ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 800 ന്യൂട്ടൺ പെർ മീറ്റർ വിച്ച് വിൽ ബി ഈക്വൽ ടു 800 ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ഇൻറ്റു എത്ര ഡിസ്റ്റൻസിലേക്കാണ്? 5 മീറ്ററിലേക്കാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു പോയിന്റ് ലോഡാക്കി മാറ്റി 4000 ന്യൂട്ടൺ. ഇനി ഇതേപോലെ തന്നെ ലോഡ് ഓൺ ദിസ് പർട്ടിക്കുലർ ബീം ഡ്യൂ ടു ട്രയാങ്കുലർ ലോഡിങ്. ട്രയാങ്കുലർ ലോഡിങ് മൂലമാകുമ്പോഴോ ലോഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ് അല്ലേ, ഹാഫ് ഇൻറ്റു ബി, വിഡ്ത്ത് എന്ന് പറയുന്നത് 5 മീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 800 വിച്ച് ഇസ് ഈക്വൽ ടു 2000 ന്യൂട്ടൺ. ഇനിഷ്യലി അപ്പോൾ നമ്മുടെ ബീമിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ്സ് ഇത് രണ്ടുമാണ്. ഒരു 800 ന്യൂട്ടൺ പെർ മീറ്റർ UDL ട്രയാങ്കുലർ ലോഡിങ് മൂലമുള്ള ലോഡും, ഇത് രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ കാൽക്കുലേഷൻ ആണ്. നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സോ രണ്ട് സപ്പോർട്ടിലും 2 വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, RAയും RBയും. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് പോയിന്റ് എക്ക് അക്രോസ് ആയിട്ട് മൊമെൻ്റ് എടുക്കാം. സോ ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് എ വി വിൽ ഗെറ്റ് MA is equal to RB ആണ് അവിടേക്ക് ആക്ട് ചെയ്യുന്നൊരു ഫോഴ്സ്. സോ മൈനസ് RB ഇൻറ്റു ടോട്ടൽ ലെങ്തിൽ അത് ആക്ട് ചെയ്യുന്നുണ്ട് 5 പ്ലസ് നമ്മൾ ഇവിടെ 2 ലോഡാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? നമ്മുടെ UDL 800 ന്യൂട്ടൺ പെർ മീറ്റർ, അതിനെ നമ്മൾ പോയിന്റ് ലോഡിലേക്കാക്കി 4000 ന്യൂട്ടൺ എന്നുള്ളത്. അതുപോലെ ട്രയാങ്കുലർ ലോഡിങ്, അത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ്, അത് 2000 ന്യൂട്ടൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ ഈ 2 ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 4000 ന്യൂട്ടൺ മൊമെൻ്റ് എടുക്കാൻ എത്ര ഡിസ്റ്റൻസ് ആ UDLന്? L/2. ഇവിടെ L എത്ര? 5. സോ 5 ഡിവൈഡഡ് ബൈ 2 പ്ലസ് നമ്മുടെ ട്രയാങ്കുലർ ലോഡിങ് 2000 ഇൻറ്റു എത്ര ഡിസ്റ്റൻസിലായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്? ടോട്ടൽ ലെങ്തിൻ്റെ 2/5 ഡിസ്റ്റൻസിലായിരിക്കും. സോ UVL ആക്ട് ചെയ്യുന്നത്. സോ 2/5 ഇൻറ്റു 5. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് RB കാൽക്കുലേറ്റ് ചെയ്യാം.
RB is equal to 3333.33 ന്യൂട്ടൺ എന്ന് നമുക്ക് ആർ ബിൻ്റെ വാല്യൂ കിട്ടും. സോ ആർ ഐ ഇസ് ഈക്വൽ ടു ടോട്ടൽ ലോഡ് മൈനസ് ആർ ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലോഡ് നമുക്കറിയാം എത്രയാണ്, 4000 പ്ലസ് 2000 ആണ് അല്ലേ, വിച്ച് മൈനസ് 3333.33. that is equal to 2666.67 ന്യൂട്ടൺ. സോ നമുക്ക് ആർ ഐയും ആർ ബിയും കിട്ടി. ആർ ഐൻ്റെ വാല്യൂ 2666.67ഉം ആർ ബിൻ്റെ വാല്യൂ 3333.33 ന്യൂട്ടണും കിട്ടി. സോ നമ്മൾ റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇനി നമുക്ക് റേറ്റ് ഓഫ് ലോഡിങ്ങും ടോട്ടൽ ലോഡും കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കൊരു സെക്ഷൻ XX കൺസിഡർ ചെയ്യാം, വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എ സെക്ഷൻ XX വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് X ഫ്രം എയിൽ നിന്ന് X ഡിസ്റ്റൻസ് മാറി ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് ഈ സെക്ഷനിൽ ഈ XXലുള്ള റേറ്റ് ഓഫ് ലോഡിങ് കണ്ടുപിടിക്കണം. റേറ്റ് ഓഫ് ലോഡിങ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളായിട്ടും ട്രയാങ്കിളായിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്തു. സോ ഈ സെക്ഷൻ്റെ പോയിൻറ്റിനെ, ഈ പോയിൻറ്റിനെ നമുക്ക് C എന്നും ഈ പോയിൻറ്റിനെ D എന്നും ഇതിനെ E എന്നും ഈ എൻഡ് പോയിൻറ്റിനെ F എന്നും വിളിക്കാം. ഇവിടെ ഒരു ടോപ്പ് പോയിൻ്റ് ഉണ്ട്, സോ അതിനെ G എന്നോ മറ്റോ വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റേറ്റ് ഓഫ് ലോഡിങ് XXൻ്റെ കണ്ടുപിടിക്കണം. ഈ റേറ്റ് ഓഫ് ലോഡിങ് എന്തായിരിക്കും, ഈ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. റേറ്റ് ഓഫ് ലോഡിങ് എന്ന് പറയുന്നത് ലെങ്ത് CE എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് E എന്ന ഈ പോയിന്റ് മുതൽ C എന്ന ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. സോ റേറ്റ് ഓഫ് ലോഡിങ് ഈസ് ഈക്വൽ ടു ലെങ്ത് CE. ഈ ലെങ്ത് CE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വലാണ്, നമ്മുടെ CD പ്ലസ് DE ആണ് അല്ലേ. ഇനി CD പ്ലസ് DE നമുക്ക് CDയും DEയും ഇക്വേറ്റ് ചെയ്യാം. CDയുടെ വാല്യൂ നമുക്കറിയാം, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 800 ആണെന്നറിയാം. 800 പ്ലസ് DE ഇത്രയും പോർഷൻ്റെ അറിയണം. അത്രയും പോർഷൻ്റെ എന്തായിരിക്കും, ഈ ഡിസ്റ്റൻസിൻ്റെ 1/5 ഓഫ് ദിസ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x/5 ആണ് ഇൻറ്റു 800. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 800 പ്ലസ് 5ഉം 800 കൂടെ ക്യാൻസൽ ആവും. സോ 800 പ്ലസ് 160x എന്ന് കിട്ടും അല്ലേ. ഇതിനെയാണ് നമ്മുടെ റേറ്റ് ഓഫ് ലോഡിങ് XX എന്ന സെക്ഷനിലെ റേറ്റ് ഓഫ് ലോഡിങ് നമുക്ക് കിട്ടി 800 പ്ലസ് 160x. ഇനി നമുക്ക് ടോട്ടൽ ലോഡ് ഓൺ ദിസ് പർട്ടിക്കുലർ പോർഷൻ AX എന്ന് പറയുന്ന ഈ പോർഷനിലെ ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കാൻ. ഈ C എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് XS ആക്ട് ചെയ്യുന്നത്. സോ AX എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കാം. ടോട്ടൽ ലോഡ് വിൽ ബി ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദിസ് ലോഡ് ഡയഗ്രാം. ഈ ലോഡ് ഡയഗ്രത്തിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കും. ലോഡ് ഡയഗ്രാം ACDEF എന്ന് പറയുന്ന ലോഡ് ഡയഗ്രാമിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കും ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്. ഈ ലോഡ് ഡയഗ്രാമിനെ നമുക്ക് ഒരു റെക്റ്റാങ്കിളായിട്ടും ട്രയാങ്കിളായിട്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. റെക്റ്റാങ്കിൾ ACDF എന്ന് പറയുന്ന റെക്റ്റാങ്കിളും DEF എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും ഏരിയയുടെ സമ്മായിരിക്കും ടോട്ടൽ ലോഡ് ഓൺ ദിസ് പർട്ടിക്കുലർ പോർഷൻ AX എന്ന് പറയുന്നത്. ഇനി റെക്റ്റാങ്കിളിൻ്റെ ഏരിയയെ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് 800 ഇൻറ്റു വിഡ്ത്ത് ഇത്രയും ഡിസ്റ്റൻസ് X ആണ് അല്ലേ, X പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് X ആണ്, ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്. ഈ ഹൈറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. DE ഈസ് ഈക്വൽ ടു 160x എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 160x. സോ therefore 800x plus 80
എക്സ് സ്ക്വയർ എന്നൊരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടും. ടോട്ടൽ ലോഡ് ഓൺ എ എക്സ് എന്ന് പറയുന്ന പോർഷന് 800x പ്ലസ് 80x സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. സോ നമ്മൾ ടോട്ടൽ ലോഡും റേറ്റ് ഓഫ് ലോഡിങ്ങും കണ്ടുപിടിച്ചു ഈ പർട്ടിക്കുലർ സെക്ഷൻ എക്സിലെ. ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ഷിയർ ഫോഴ്സ് ആണ്. നമ്മളിവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട് XX. സോ ദ ഷിയർ ഫോഴ്സ് അറ്റ് ദിസ് പർട്ടിക്കുലർ സെക്ഷൻ FX ഈസ് ഗിവൺ ആസ് ഏതൊക്കെ ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ RA വെർട്ടിക്കൽ റിയാക്ഷൻ RA ആക്ട് ചെയ്യുന്നുണ്ട്. RAയുടെയും പിന്നെ നെഗറ്റീവ്ലി എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ടോട്ടൽ ലോഡ് ഓൺ ദിസ് പർട്ടിക്കുലർ പോർഷൻ AX എന്ന് പറയുന്ന പോർഷനിലെ ടോട്ടൽ ലോഡ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഒരു ഇക്വേഷൻ 800x പ്ലസ് 80x സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. സോ FX ഷിയർ ഫോഴ്സ് അറ്റ് ദിസ് പർട്ടിക്കുലർ സെക്ഷൻ ക്യാൻ ബി ഗിവൺ ആസ് FX is equal to RA minus 800x plus 80x square. ഇപ്പോൾ ഇൻ ജനറൽ XX എന്ന് പറയുന്ന സെക്ഷനിലെ ഷിയർ ഫോഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. FX is equal to RA minus 800x plus 80x square, where 800x plus 80x square is the shear force acting along this particular, the force acting along AX portion. സോ നമുക്ക് ഇനി A എന്ന് പറയുന്ന പോയിന്റിലെയും B എന്ന് പറയുന്ന പോയിന്റിലെയും ഷിയർ ഫോഴ്സസ് നോക്കാം. സോ എയിലാവുമ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? X is equal to, അതായത് സെക്ഷൻ നമ്മൾ എയിൽ കൺസിഡർ ചെയ്യുമ്പോൾ X is equal to 0 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഈ എക്സിൻ്റെ ടേംസ് വരുന്ന ഇക്വേഷൻ എല്ലാം 0 ആവും. അപ്പോൾ ഇവിടെ RA മാത്രമേ ഉണ്ടാവത്തുള്ളൂ. RAയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? $2,666.67 ന്യൂട്ടൺ നമ്മൾ RAയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബിയിലേക്ക് വരികയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 5 ആയിട്ട് മാറും അല്ലേ. സോ അവിടെ അപ്പോൾ RAയുടെ വാല്യൂ നമുക്കറിയാം 2666.67 മൈനസ് 800 ഇൻറ്റു 5 പ്ലസ് 80 ഇൻറ്റു 5 സ്ക്വയർ അല്ലേ. So we will obtain this value as shear force at B is obtained as minus 3,333.33 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എയിലെയും ബിയിലെയും ഷിയർ ഫോഴ്സ് കിട്ടി. ഇനി നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ പൊസിഷൻ ഓഫ് സീറോ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. സീറോ ഷിയർ ഫോഴ്സ് ഈ പാത്തിനിടയ്ക്ക് AB-ക്ക് ഇടയ്ക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇൻ ജനറൽ നമ്മുടെ ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ FX is equal to RA മൈനസ് ഓഫ് 800x പ്ലസ് 80x സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഷിയർ ഫോഴ്സ് 0 ആകുമ്പം 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. RA is equal to 2666.67 മൈനസ് 800x plus 80x square. So that is equal to 2666.67 minus 800x minus 80x സ്ക്വയറിന് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിനെ നമുക്കൊന്ന് വൃത്തിയാക്കി എഴുതാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല നമുക്കിതിനെ ഒന്ന് വൃത്തിയായിട്ട് എഴുതാം. നമുക്കിതിനെ എക്സ് സ്ക്വയർ പ്ലസ് 10x മൈനസ് 2666.67 ഡിവൈഡഡ് ബൈ 80 എന്നെഴുതാം. അതായത് നമ്മളിവിടെ 80 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് ഈക്വൽ ടു x square plus 10x minus 33.33 is equal to 0. So നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇവിടെ നമുക്ക് കിട്ടിയത് x square plus 10x minus 33.33 is equal to 0. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള
ആ ഒരു ഇക്വേഷൻ എന്താ? ഇവിടെ ഇത് എ ബി സി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് അല്ലേ? നമുക്കപ്പോൾ എക്സിൻ്റെ വാല്യൂ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്ത് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2. ഇവിടെ മൈനസ് ബിയുടെ വാല്യൂ 10 ആണ്. പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ 10 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ആണ് എ ഇൻറ്റു സി 33.33 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതിൽ നമ്മൾ നെഗറ്റീവ് റൂട്ട് അങ്ങ് നിഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ എക്സ് ഇസ് ഇക്വൽ ടു 2.637 മീറ്ററിന് കിട്ടും. സോ അതിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് 0 ഷിയർ ഫോഴ്സ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 2.637 മീറ്റേഴ്സും അകലെ മാറിയിട്ടാണ്. ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 2.637 മാറിയിട്ടാണ് ഉള്ള പോയിന്റിൽ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 0 ആണ്. സോ നമ്മൾ ഷിയർ ഫോഴ്സസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ നിന്നുള്ള ഫൈൻഡിങ്സ് ആണ് എ എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സ് 2666.67 ന്യൂട്ടൺ, ബിയിലെ മൈനസ് 3333.33 ന്യൂട്ടൺ. അതുപോലെ തന്നെ എയ്ക്കും ബിക്കും ഇടയ്ക്ക് ഷിയർ ഫോഴ്സ് ഒരു പരാബോളിക് ലോ അനുസരിച്ചായിരിക്കും വേരി ചെയ്യുക. ഷിയർ ഫോഴ്സ് ഏത് പോയിന്റിലാണ് 0? പൊസിഷൻ ഓഫ് ഷിയർ ഫോഴ്സ് is equal to 0 is at a distance x from the left end A, which is equal to 2.637 മീറ്റേഴ്സിലാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കുന്നത്. സോ ഷിയർ ഫോഴ്സ് റിഗാർഡിംഗ് എല്ലാ ഡേറ്റായും നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, നമുക്കപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേസ് ലൈൻ എ ബി വിച്ച് ഇസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബീം 5 മീറ്റർ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എയിലെ ഷിയർ ഫോഴ്സ് അറിയാം, പോസിറ്റീവ് വാല്യൂ ആണ്. സോ പോസിറ്റീവ് ഒരു പോയിൻ്റ് പ്ലോട്ട് ചെയ്യുക വിച്ച് ഇസ് ഈക്വൽ ടു 2666.67. സോ ഈ പോയിന്റ് ഇനി നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് 5 മീറ്റർ ആണ്. 2.637 എന്ന് പറയുന്ന പോയിന്റിൽ, ഹാഫിനേക്കാൾ കുറച്ചുകൂടെ അധികം, 637 എന്ന് പറയുന്ന പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആണ് അല്ലേ? സോ ആ പോയിന്റിനെ നിങ്ങൾ 0 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ബി എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് നെഗറ്റീവ് വാല്യൂ ആണ്. നമുക്കറിയാം മൈനസ് 3333.33 ആണ്. സോ ഒരു മൈനസ് പോയിന്റ് പ്ലോട്ട് ചെയ്യുക 3333.33. ഓക്കെ, നമുക്കറിയാം പരാബോളിക് ലോ അനുസരിച്ചാണ് വേരി ചെയ്യുന്നത്. സോ പരാബോളിക് ലോ അനുസരിച്ച് വേരി ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഒരു പോസിറ്റീവ് പോർഷനും ഇവിടെ ഒരു നെഗറ്റീവ് പോർഷൻ. ഓക്കെ, നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കിട്ടി. സോ അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇൻ ജനറലി നമുക്ക് സെക്ഷൻ എക്സ് എക്സ് എന്ന് പറയുന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ അറ്റ് എക്സ് എക്സ് വരെ എം എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എന്തൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്? ഇവിടെ റിയാക്ഷൻ RA മൂലമുള്ള മൊമെൻറ്റ് RA ഇൻറ്റു RA എത്ര ഡിസ്റ്റൻസിലാണ്? എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൈനസ് നമ്മുടെ UDL 800 ഇൻറ്റു എക്സ് ഡിസ്റ്റൻസിലാവുമ്പോൾ അത് പോയിന്റ് ലോഡായി ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് എടുക്കുന്ന ഡിസ്റ്റൻസ് x/2 അല്ലേ? ഇനിയുണ്ട് ഒരു ട്രയാങ്കുലർ ലോഡിങ് കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബി എക്സ് ഇൻറ്റു 160x ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് ദ ടോട്ടൽ ലെങ്ത് ദാറ്റ് ഈസ് x/3. ഓക്കെ, അപ്പം നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് ജനറൽ ഇക്വേഷൻ RAയുടെ വാല്യൂ നമുക്കറിയാം 2666.67 x മൈനസ് 800ഉം 2ഉം ക്യാൻസലായിട്ട് 400x² മൈനസ് 160 കട്ടായി, സോറി 116 2ഉം കട്ടായി 80 ആയി. സോ 80
എക്സ് ക്യൂബ് ബൈ 3 എന്ന് പറയുന്നൊരു ഇക്വേഷനാണ് നമുക്ക് എം എക്സിൻ്റെ ഇൻ ജനറൽ കിട്ടുക. ഓക്കെ, സോ എം എക്സ് എക്സ് എക്സിലുള്ള ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. സോ at section xx we got the moment as mx is equal to ra into x minus 400 x square minus 80 by 3 x cube എന്നൊരു ഇൻ ജനറൽ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മുടെ ഈ എക്സ് എക്സ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ എയിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എക്സിൻ്റെ വാല്യൂ 0 ആവും അല്ലേ. അപ്പോൾ ഈ എക്സിൻ്റെ ടേം 0 ആവും, ഈ എക്സിൻ്റെ ടേം 0 ആവും, ഈ എക്സിൻ്റെ ടേമും 0 ആവും. സോ മൊമെൻ്റ് അറ്റ് എ ഇസ് ഈക്വൽ ടു 0 ആയിട്ട് മാറും. ഓക്കെ, ഇനി മൊമെൻ്റ് അറ്റ് ബി ആണെങ്കിലോ നമ്മുടെ എക്സിൻ്റെ വാല്യൂ 5 ആവും. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ എക്സ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ എം ബി ഇസ് ഈക്വൽ ടു 2666.67 into 5 minus 400 into 5 square minus 80 by 3 into 5 cube. Alle, so we will get സോ ബിയിലേക്കുള്ള പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ 5 ആണ്. നമ്മൾ എല്ലായിടത്തും എക്സിൻ്റെ വാല്യൂ 5 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി വിൽ ഗെറ്റ് 0 ആസ് ദ ആൻസർ. കാരണം ഈ നെറ്റ് എഫക്റ്റ് പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസുടെ സബ്സ്ട്രാക്റ്റ് ആയിട്ട് 0 ആണ് കിട്ടുക. സോ നമുക്ക് മൊമെൻ്റ് അറ്റ് എം എ ഇസ് ഈക്വൽ ടു എം ബി ഇസ് ഈക്വൽ ടു 0 ആണ്. അതായത് നമ്മുടെ രണ്ട് സപ്പോർട്ട് എൻഡ്സിലും 0 ആണ് മൊമെൻ്റ് കിട്ടുക. ഇതിനിടയ്ക്ക് ക്യൂബിക്കൽ ലോ അനുസരിച്ചിട്ടായിരിക്കും മൊമെൻ്റ് വേരി ചെയ്യുക. അപ്പോൾ നമുക്കിനി ബി എം ഡി വരയ്ക്കാം. അപ്പം നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ബേസ് ലൈൻ എ ബി ടോട്ടൽ ലെങ്ത് 5 മീറ്ററിൽ വരച്ചു. നമുക്കറിയാം എ എന്ന പോയിന്റിലെ മൊമെൻറ്റും 0 ആണ്, ബി എന്ന പോയിന്റിലെ മൊമെൻറ്റും 0 ആണ്. സോ ദ മൊമെൻറ്റ് വിൽ വേരീസ് ആസ് ക്യൂബിക്കൽ ലോ. ഇനി ഈ പോയിന്റിലാണ് നമ്മുടെ മാക്സിമം ബി എം എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. ആ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഓർക്കുക, നമ്മൾ എസ് എഫ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2.637 മീറ്റേഴ്സിലായിരുന്നു. സോ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് മാക്സിമം അറ്റ് ദിസ് പോയിൻറ്റ് എസ് എഫ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. സോ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സിൻ്റെ വാല്യൂ 2.637 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം എം എക്സ് ഇസ് ഈക്വൽ ടു 2666.67 എക്സ് മൈനസ് 400 എക്സ് സ്ക്വയർ മൈനസ് 80 by 3 എക്സ് ക്യൂബ് ആണ്. ഇവിടേക്ക് നമ്മൾ 2.637 എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അവർ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് will be equal to, ഇവിടെ എല്ലാം എക്സിന് പകരം നമ്മൾ 2.637 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി വിൽ ഒബ്റ്റെയിൻ എ വാല്യൂ ആസ് 3761.5 ന്യൂട്ടൺ മീറ്റർ എന്നൊരു വാല്യൂ കിട്ടും. സോ ദ വാല്യൂ ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു 3761.5 ന്യൂട്ടൺ മീറ്റർ. At this point the shear force is equal to 0. ഓക്കെ, ദാറ്റ്സ് ഓൾ. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാമും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമും വരയ്ക്കാനും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് പൊസിഷനും മാഗ്നിറ്റ്യൂഡും കാൽക്കുലേറ്റ് ചെയ്യാനുമാണ്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് പൊസിഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2.637 മീറ്റേഴ്സിലാണ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് 3761.5 ന്യൂട്ടൺ മീറ്റർ ആണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ലോഡിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കി. ലോഡിങ് കാൽക്കുലേറ്റ് ചെയ്തു. റേറ്റ് ഓഫ് ലോഡിങ്ങും ടോട്ടൽ ലോഡിങ്ങും നമ്മൾ കൺസിഡർ ചെയ്ത എക്സ് എന്ന് പറയുന്ന സെക്ഷനിലെ റേറ്റ് ഓഫ് ലോഡിങ്ങും ടോട്ടൽ ലോഡിങ്ങും കാൽക്കുലേറ്റ് ചെയ്തു. അതേ എക്സ് എന്ന് പറയുന്ന പോയിൻ്റ് കോൺസെപ്റ്റ് വെച്ച് നമ്മൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റിനും ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കി എക്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക്. എന്നിട്ട് അത് നമ്മൾ പോയിൻ്റ് എയിലാണ് ആ സെക്ഷൻ ആക്ട് ചെയ്യുന്നതെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 ആവും, പോയിൻ്റ് ബിയിലാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 5 ആവും എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റ്സിൻ്റെയും ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ, അതായത് എയിലെയും ബിയിലെയും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. അത് വെച്ചിട്ട് നമ്മൾ ഡയഗ്രാംസ് പ്ലോട്ട് ചെയ്തു.
സോ അപ്പോൾ നമ്മൾ ഡയഗ്രാം പ്ലോട്ട് ചെയ്യാനും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ പൊസിഷനും മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാനുമാണ് പറഞ്ഞത്. സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഹോപ്പിംഗ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലം.